ഈ ഒന്നാം റാങ്കുകാരന് പോലും ജോലി കൊടുക്കാൻ ഈ സർക്കാരിന് സാധിച്ചില്ലെങ്കിൽ ഇനിയും പരീക്ഷകൾ നടത്തി എന്തിനാണ് കുട്ടികളെ വെറുതെ മോഹിപ്പിക്കുന്നത്? അവർ പറഞ്ഞു ഞങ്ങൾ ഭരണത്തിൽ വന്നാൽ 24 മണിക്കൂറിനുള്ളിൽ ഞങ്ങൾക്ക് നിയമനം തരാം. നമ്മൾ ഒരുപാട് ചെന്ന് കണ്ട് കാര്യങ്ങൾ നമ്മുടെ വിഷമങ്ങളൊക്കെ അറിയിച്ചാൽ അതൊക്കെ പുച്ഛത്തോടെ സമീപിച്ചാൽ ഒരു സമീപനം അത് ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റൂല നമുക്ക്. LDF സർക്കാർ വിളിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഇവർ പ്രതിപക്ഷമായിരുന്നു. ആ സമയത്ത് ഞാൻ ഇവരെ കാണാൻ പോയിരുന്നു. നമ്മൾ പ്രശ്നങ്ങൾ അവതരിപ്പിച്ചു. അവർ പറഞ്ഞു ഞങ്ങൾ ഭരണത്തിൽ വന്നാൽ 24 മണിക്കൂറിനുള്ളിൽ ഞങ്ങൾക്ക് നിയമനം തരാം, അല്ലെങ്കിൽ തെറ്റുകൾ കണ്ടുപിടിക്കാം, പ്രശ്നം പരിഹരിക്കാം. പക്ഷേ ഇവർ ഭരണത്തിലായി ഇപ്പോൾ 2 മാസം കഴിയാറായി, എന്നിട്ടും ഒരു തരത്തിലുള്ള നിയമനമില്ല. ഇവർ കയറി 2-3 ആഴ്ച ശേഷം നമ്മൾ എന്ത് ചെയ്തു? ഇവരെ കാണാൻ പോയി, പ്രശ്നം അവതരിപ്പിച്ചു. ഇതാണ് കാര്യമെന്ന് പറഞ്ഞു. നിലവിൽ ജോലിയിൽ ഇരിക്കുന്ന അധ്യാപകർക്ക് വരെ പ്രശ്നം നേരിടുകയാണ്. ഇങ്ങനെയാണ് ഞങ്ങളുടെ കാര്യം. ഇവിടുത്തെ സിസ്റ്റമാണ് മാറ്റേണ്ടത്. സർക്കാർ മാറി വരുന്നു, പക്ഷെ സിസ്റ്റം മാറുന്നില്ല. ശരിക്കും പറഞ്ഞാല് ഈ PSC കണ്ട് ഇനി ആരും ജീവിതം തൊലയ്ക്കരുത് എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഞങ്ങള് ഒരു 2-3 വർഷമാണ് ഈ ഒരു പരീക്ഷയ്ക്ക് വേണ്ടി മാറ്റി വെച്ചത്. ഈ ഒന്നാം റാങ്കുകാരന് പോലും ജോലി കൊടുക്കാൻ ഈ സർക്കാരിന് സാധിച്ചില്ലെങ്കിൽ ഇനിയും പരീക്ഷകൾ നടത്തി എന്തിനാണ് കുട്ടികളെ വെറുതെ മോഹിപ്പിക്കുന്നത്? നമ്മൾ ഒരുപാട് ചെന്ന് കണ്ട് കാര്യങ്ങൾ നമ്മുടെ വിഷമങ്ങളൊക്കെ അറിയിച്ചാൽ അതൊക്കെ പുച്ഛത്തോടെ സമീപിച്ചാൽ ഒരു സമീപനം അത് ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റൂല നമുക്ക്. തീർച്ചയായിട്ടും ഇനി ഈ സമരം നിർത്താമെന്നുണ്ടെങ്കിൽ നമ്മുടെ ആവശ്യം അംഗീകരിച്ചുകൊണ്ട് ഇങ്ങോട്ട് സമീപിക്കണം. എങ്കിൽ മാത്രമേ ഇതിനകത്തൊരു കോംപ്രമൈസ് ഉണ്ടാകൂ. ഇത് ഞങ്ങൾ ഇങ്ങനെ നിർത്തി പോകാൻ ഉദ്ദേശിക്കുന്നില്ല. ഇത് മരണം വരെ നിരാഹാരം എന്നുള്ള ഒരു വിഷയം തന്നെ കൊണ്ടുവരാൻ കാരണം അവരുടെ ധാർഷ്ട്യത്തിനുള്ള ഒരു ഉത്തരവായിട്ടാണ്. അങ്ങനെ ഒരു ധാർഷ്ട്യമാണ് സമീപനം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പുതിയൊരു ഗവൺമെൻറ്റായിട്ട് അവർ വരില്ലായിരുന്നു. അങ്ങനെ ഒരു സമീപനം അല്ല അവരുടേത് എന്നറിഞ്ഞിട്ടാണ് ഇങ്ങനൊരു ഇത്രയും ഭൂരിപക്ഷത്തിൽ അവരിങ്ങോട്ട് വന്നത്. അപ്പം അതൊക്കെ കള്ളത്തരമായിരുന്നോ അല്ല ശരിയായിരുന്നോ എന്നുള്ള മറുപടിയൊക്കെ അവരുടെ സമീപനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഉണ്ടാവും.